നമുക്ക് കഴിക്കാം. ഓ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാതെ തന്നെ നമുക്ക് ഉച്ചയൂണിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ. ഇന്ന് ബീഫാണ് റെഡിയാക്കുന്നത്, ബീഫ് കറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഓൾറെഡി ആണെങ്കിൽ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടെ ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഞാൻ ഈ ഒരു സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞ് മാത്രമേ ഫ്ലെയിം ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി ഇടത്തുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴണ്ടി കിട്ടും. ബീഫ് ഓൾറെഡി ഉപ്പ് പൊറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സവാളയാണെങ്കിൽ ഒരു സവാളയാണ് അരിഞ്ഞത്, അതുകൂടെ ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ സവാള ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബീഫ് കറിക്കും ബീഫ് റോസ്റ്റ് ഒന്നും ചെയ്യുന്നതിനൊന്നും സവാള ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. സവാളയോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഇളക്കി നിൽക്കേണ്ട കാര്യമില്ല. ഒരു അടപ്പെടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. കാരണം ഈ സവാളയിൽ നിന്നാണെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി. അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പരുവാവും. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് തീയിടാൻ. അല്ലെങ്കിൽ ഈ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ സവാളയുടെ വെള്ളമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വറ്റി ഇതൊന്നെങ്കിൽ നല്ലൊരു ടേസ്റ്റിൽ കിട്ടത്തില്ല. ഒരു കരിഞ്ഞ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കൂട്ടിന് വരുന്നത്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പയ്യെ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇതിപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ടാണെങ്കിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഞാനൊരു കുറച്ച് കായപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു തക്കാളിയൊക്കെ ഉള്ള സവാളയുള്ള കൂട്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാരണം ചില സമയത്ത് ഒരുപാടാണെങ്കിൽ മസാല ഒരുപാട് ഈ തക്കാളിയും സവാളയൊക്കെ ഉണ്ടെങ്കിൽ പൊടികളാണെങ്കിൽ നല്ല രീതിയിൽ അത് വഴണ്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ അടച്ചു വെക്കും. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്യും. അപ്പോൾ നന്നായിട്ടാണെങ്കിൽ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറി ചാറ് കൂടുതൽ വേണമെങ്കിൽ അതുപോലെ നമുക്ക് വെള്ളം ഒഴിക്കാം. അഥവാ കുറവാണ് നമുക്ക് വേണ്ടിയെങ്കിൽ അതിനനുസരിച്ച് ചാറ് കുറവ് വേണ്ടി നമുക്ക് റോസ്റ്റ് പരുവത്തിനായി എടുക്കേണ്ടിയെങ്കിൽ അങ്ങനെ നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. കാരണം ഓൾറെഡി ബീഫൊക്കെ ഉപ്പി പൊറ്റിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അധികം വെന്ത് കിട്ടേണ്ട കാര്യമില്ല. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി എടുക്കാം. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഇതുപോലെ ബീഫും ചിക്കനും ഒക്കെ ആണെങ്കിൽ ഉപ്പി പൊറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഒന്ന് ഇതുപോലെ കറി റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബീഫൊക്കെ വേവാൻ നല്ല താമസമാണല്ലോ അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉപ്പി പൊറ്റിച്ച് വെക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമുക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം ഓൾറെഡി ആണെങ്കിൽ ഉപ്പി പറ്റിച്ച സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഉപ്പി പറ്റിച്ചെടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് അതിനാവശ്യത്തിനുള്ള സവാളയ്ക്ക് ആവശ്യത്തിനുള്ള
ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടാണെങ്കിൽ ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന ആ പരുവാകുമ്പോഴത്തേന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണം നമുക്ക് റോസ്റ്റ് പരുവത്തിൽ കുറച്ചുകൂടെ ആണെങ്കിൽ വരട്ടി എടുക്കണമെങ്കിൽ ഇനിയാണെങ്കിൽ തീയിൽ നന്നായിട്ട് എണ്ണയൊന്നും അധികമൊന്നും ഒഴിക്കേണ്ട. ഈ ഒരു തീയിൽ വറ്റിച്ചെടുത്തേച്ചാൽ മതി നമുക്ക് നന്നായിട്ട് വരട്ടി എടുക്കാൻ പറ്റും. അത് സോയാബോൾ അത് ഈ എഞ്ചു ആണെങ്കിൽ റെഡിയാക്കിയ സലാഡ്, ക്യാരറ്റ് സലാഡ്. പപ്പയാണ് ഏബലിന് വിളമ്പി കൊടുക്കുന്നത്. ചോറാണെങ്കിൽ എടുക്കുന്ന ഫുള്ള് കഴിക്കണം. ഏബിളാണെങ്കിൽ ഇപ്പൊ സ്ഥിരമുള്ള പരിപാടിയാണ്. ചോറ് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് വേസ്റ്റ് ആക്കും. കഴിച്ചു നോക്കിയ അച്ചാർ വേണോ? വേണ്ട, അതിന്റെ കൂടെ അച്ചാറില്ലായിരിക്കുന്ന നല്ല കുഞ്ഞ്. എന്ത് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്? കൊള്ളാം. എങ്ങനെ ഉണ്ടോ? ഞാൻ എടുത്തോണ്ടോ? എന്റെ പണി നീ എടുക്കല്ലേ, ഇത് എന്റെ പണിയാ. അച്ചാറും ഓ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞുതരാം. സൂപ്പർ. ഞാൻ തരാം. ചില സലാഡ്, ചില ബീഫ്, തുള്ളി അച്ചാർ, സലാഡ് ഏഞ്ചി ഉണ്ടാക്കിയതാ. ഞാനിനി കഴിക്കട്ടെ. ഇഷ്ടപ്പെട്ടു? കൊള്ളാവോ? ബീഫ് എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കട്ടെ കേട്ടോ. ടേബിളിൽ കുറെ നേരമായി സലാഡ് പ്ലീസ് പറഞ്ഞു. ആരും എടുത്തു കൊടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ബസ്സിനെ കഴിക്കുന്ന കാര്യം പറയണേ. അപ്പൊ ഇനി ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. നീ പോയി കൈ എഴുതാൻ പോയി അവിടെ പോയി TV ഓണാക്കി TVയും കണ്ടാ അവിടെ ഇരിക്കും ഇല്ലേ? നീ എന്താ ചെയ്തെന്ന് പറഞ്ഞേ? നിന്നോട് പിന്നെ നിന്നോട് ഞാൻ ബേസിലോട്ട് ഒരു പേപ്പർ ഇടാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയോട് നീ ഇട്ട വേസ്റ്റ് പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ, പിന്നെ വേസ്റ്റ് ചേർത്ത് പോവാൻ പേപ്പർ ഞാൻ ഇട്ട ഇറക്കി പേപ്പർ ഇടാൻ ഏബിൾ ഭാഗം തന്നെ
ഉണ്ടോ നോക്കി രഞ്ജു. വെള്ളം കുടിച്ചേ. ഇവന്റെ മുഖത്ത് സലാഡ് ഇരിപ്പുണ്ട്. ഞാൻ വൃത്തിയില്ല. നിന്നോടൊരു പേപ്പർ എടുത്ത് വേസ്റ്റ് ഇടാൻ പറഞ്ഞു. ഞാനില്ല പോ, ഞാനില്ല. നീ ബിഗ് ബോസ് ആയ പോലെ ഉണ്ടല്ലോ. എന്താ ദൈവമേ, ബിഗ് ബോസ് സീസൺ 6 ആടാ പോലെ. 7 നമുക്ക് രണ്ടുപേർ കൂടെ പോയാലോ? സൂപ്പർ ആയിരിക്കും. ബിഗ് ബോസ് നമ്മൾ എന്ത് സംസാരിക്കുന്നത്? ഇതാണ് ഞാൻ പറയാൻ. നിനക്ക് പറയാൻ ഞാനില്ല. ഞാൻ ചാൻസ് തരാം. അന്നേരം ഞാൻ നിന്നോട് വേസ്റ്റിൽ ഒരു പേപ്പർ എടുത്തിടാൻ പറഞ്ഞിട്ട് നീ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അല്ലേ? രണ്ടുപേരുടെയും ബഹളം കേട്ടല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേർക്കും തോന്നിയതാണ്. രണ്ടുപേരും കൂടി വെറുതെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അടിയും ബഹളവും അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ സമ്മതിച്ചു കൊടുക്കാറില്ല. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. കാരണം തന്നെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. അപ്പോൾ വൈകിട്ടത്തേനാണെങ്കിൽ ചപ്പാത്തിയാണ് റെഡിയാക്കിയത്. കറിക്കാണെങ്കിൽ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു ബാലൻസ്. അപ്പോൾ അത് കൂട്ടി ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി റെഡിയാക്കുന്ന സമയത്ത് എണ്ണ ഒട്ടും ആഡ് ചെയ്യാതാണ് ഞാൻ ചപ്പാത്തി റെഡിയാക്കുന്നത്. ചപ്പാത്തി റോട്ടി എന്ന് പറയല്ലേ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നുന്നത്. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.